ഹലോ, അസ്സലാമു അലൈക്കും. എടാ, +1 അറബി പരീക്ഷയിൽ നമുക്ക് സ്ഥിരമായി എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരു പാരഗ്രാഫ് തരുന്നു നമ്മോട്, ഇസ്മ ഫഇൽ ഹർഫ് നമ്മോട് എന്ത് ചെയ്യാൻ പറയും, സെപ്പറേറ്റ് ചെയ്ത് കണ്ടെത്തി എഴുതാൻ പറയും. സോ പല ആൾക്കും മീനിങ് ഒന്നും അറിയില്ല. അപ്പോൾ പല ആൾക്കാരും ചോദിക്കും, സാർ ഞങ്ങൾ മീനിങ് അറിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് അത് എഴുതുക എന്നൊക്കെ ചോദിക്കും. ഓക്കെ, സത്യത്തിൽ മീനിങ് ഒന്നും അറിയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പേരുകളാണ് കേട്ടോ, നെയിംസ്, നൗൺസ് ആണ്. ഓക്കെ, പിന്നെ ഫഇൽ എന്ന് പറഞ്ഞാൽ വെർബുകളാണ് കേട്ടോ. അതേപോലെ ഹർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെറ്റേഴ്സ് ആയിട്ടുള്ള മീനിങ് ഒന്നും ഒറ്റയ്ക്ക് വരുമ്പോൾ മീനിങ് വരാത്ത കുറേ വേർഡ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നന്നായിട്ട് വായിച്ചു നോക്കാം ഈ പാരഗ്രാഫ്. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്കുണ്ടല്ലോ, ഇപ്പോൾ നമുക്കറിയണം, അപ്പോൾ ഫീ അല്ലേ, അപ്പോൾ ഫീ ഇവിടെ എടുത്ത് എഴുതാം, ഫീ എടുത്ത് എഴുതുക. അതേപോലെ തന്നെ മിന്നെടുത്ത് ആ എഴുതുന്ന വേർഡ്സ് നമ്മൾ വെട്ടി കൊടുത്താൽ മതി, അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഇനി വേണമെങ്കിൽ വാ നമുക്കിതിൽ എഴുതാം, വാ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ ഇവിടെ നമ്മൾ ഫീ, അതേപോലെ തന്നെ മിന്ന്, വാ, പിന്നെ അതേപോലെ നമുക്കറിയാം ഇപ്പോൾ ഇല, അല, ഇങ്ങനത്തെ വാക്കുകളില്ലേ, ഈ ടൈപ്പ് വാക്കുകളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ആദ്യം വെട്ടി ഒഴിവാക്കാം. എന്നുവെച്ചാൽ ആ വെട്ടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു 4-5 മാക്സിമം ഉണ്ടാവുള്ളൂ സാധാരണ രീതിയിൽ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് എഴുതാൻ ഏറ്റവും സുഖം ഹിസ്മാണ്. ഇസ്മ എന്ന് നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താ നേരിടാം, ആദ്യം നമ്മൾ പേരുകളുണ്ടെങ്കിൽ നെയിം ഉണ്ടോ നോക്കുക, പേരുണ്ടോ നോക്കുക. പേരുണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യം ഫില്ല് ചെയ്യുക കേട്ടോ, പേരുണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക. ഓക്കെ, രണ്ടാമപ്പോൾ ഇവിടെ ബാബു അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വെട്ടുന്നു. ഇങ്ങനെ വരുമ്പോൾ വാലിദു, ശരിക്കത്ത്, വാലിദു, ചെയ്ത വേറെ പേരൊന്നും അതിൽ കാണില്ല. രണ്ടാമത് നമ്മൾ അൽ വെച്ച് തുടങ്ങുന്ന വാക്കുണ്ടോ നോക്കുക, അൽ വെച്ച് തുടങ്ങുന്ന വാക്കുണ്ടോ നോക്കുക, അത് നമുക്ക് വെട്ടിക്കളയാം. ഇങ്ങനെ വരുന്ന സമയത്ത് അല്ലേ, അവിടെ അൽ ഫുർസത്ത് നമ്മൾ വെട്ടി, അൽ ഫുർസത്ത് എടുത്ത് എഴുതി. ഓക്കെ, അപ്പോൾ അൽ വെച്ച് വരുന്ന വാക്ക് നമ്മൾ എന്ത് ചെയ്തു വരും. ഇനി മൂന്നാമത് നമുക്ക് നോക്കാൻ പറ്റിയ വായനത് ഈ ത് കൊണ്ട് അവസാനിക്കുന്ന വാക്കുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. മദ്രസത്ത് അല്ലേ, അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് സാനവിയത്ത്, അപ്പോൾ ഇത് നമ്മൾ എടുത്തു, ആലിയത്ത് ഇതെടുത്തു. ഓക്കെ, ഇനി ഇങ്ങനെ പോകുമ്പോൾ ശരിക്കത്ത് ഇത് ആണ്, അപ്പോൾ നമ്മൾ ഈ വാക്ക് ഒഴിവാക്കി. ഇനി ഇങ്ങനെ 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 പോകുന്ന സമയത്ത് അപ്പോൾ അതില്ല. ഇനി നമുക്ക് അടുത്ത് നോക്കാൻ പറ്റുന്ന സാധനം എന്ന് വെച്ചാൽ ഈ ഹൂ, അതല്ലെങ്കിൽ ഹ, അതല്ലെങ്കിൽ ക, അതല്ലെങ്കിൽ പിന്നെന്താ പറയുക ഹുമ്മ്, ഇങ്ങനെയൊക്കെ അവസാനിക്കുന്ന വാക്കുകൾ, ഇതിലൊക്കെ അവസാനിക്കുന്ന വാക്കുകൾ ഉണ്ടാവും. അവസാനിക്കുന്ന വാക്കുകൾ ഇത് ഒഴിവാക്കിയിട്ട് എടുത്ത് എഴുതാം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വാലിദുഹു, അപ്പോൾ ഹൂ വേണ്ട, ആ വാലിദ് എന്നുള്ള എടുത്ത് എഴുതാം അല്ലേ. അതേപോലെ തന്നെ ഇവിടെ വാലിദ് ഉണ്ട്, ഓട്ടോ എഴുതേണ്ടത് വെട്ടി. പിന്നെ ഇങ്ങനെ ദിറാസത്തിക്ക അല്ലേ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തു, വെട്ടി. ഓക്കെ, ഹയാത്തിക്ക, അപ്പോൾ ഇത് നമ്മൾ എടുത്ത് എഴുതി. അപ്പോൾ നമുക്ക് ഈ ഓരോന്ന് വെട്ടി എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യും, വാക്കുകളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞ് വരും. പിന്നെ നമുക്ക് ഇതിലിപ്പോൾ ഫത്തവും ഗസറും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടാണെങ്കിൽ നമുക്കൊരു ഐഡിയ യൂസ് ചെയ്യാം. എന്താണെന്നറിയോ, 2 ഫത്തഹോ 2 ഗസറോ 2 ലൊമ്മോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് നമുക്ക് എടുത്ത് എഴുതാം. അപ്പോൾ ഇവിടെ ദാരിസുൻ അല്ലേ, അപ്പോൾ ഇത് നമുക്ക് എടുത്ത് എഴുതാം, അവർക്ക് വരും. ഓക്കെ, 2 ഉള്ളു കേട്ടോ, 2 ഉള്ളു ഒറ്റയടിക്കുന്നുണ്ടോ നോക്കുക, ഇല്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഇനി നമുക്ക് നേരെ വെർബിലേക്ക് വരാം. വെർബിൽ വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഫഅല എന്നുള്ള മോഡൽ, ഫഅല, ജലസ, കത്തബ, ആ മോഡലിലെ വാക്ക് ഇതിലുണ്ടോ എന്ന് നോക്കാം. ഇതിലൊറ്റ വാക്ക് അതില്ല, ഉണ്ടെങ്കിൽ അത് വഹിക്കാം. രണ്ടാമത്തെ ഓക്കെ, എഫ് അലു, യാ കൊണ്ട് താ കൊണ്ട് തുടങ്ങുന്ന എഫ് അലു പോലത്തെ മുലാരി ആയിട്ടുള്ള വാക്കുണ്ട് നമ്മുടെ. യദ്റുസു വെട്ടി, ലയഅമലു വെട്ടി. അതേപോലെ തന്നെ ഇല്ല, ആ വാക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒഴിവാക്കി. ഇനി നമ്മൾ നോക്കേണ്ടത് ലാ കൊണ്ട് തുടങ്ങുന്ന വാക്കുണ്ടോ, ലാ തഫ് അൽ എന്ന മോഡൽ വാക്കുണ്ടോ നോക്കുക, ലാ തഫ് അൽ അല്ലെ, ലാ കൊണ്ട് തുടങ്ങുന്ന വാക്കുണ്ടോ നോക്കുക. അപ്പോൾ അത് ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ലാ തെക്സൽ, അപ്പോൾ ഇത് എന്ത് ചെയ്യാം, തെക്സലിന് എടുത്ത് എഴുതാം, അല്ലെങ്കിൽ ലാ തെക്സൽ നിന്ന് എടുത്ത് എഴുതാം കേട്ടോ. നമ്മളത് വെട്ടി. ഓക്കെ, അപ്പോൾ ആ വാക്ക്. ഇനി നോക്കേണ്ടത് അവസാനം തഫ് അൽ എന്നുള്ള മോഡൽ വാക്ക്, തഫ് അൽ അല്ലെങ്കിൽ ഇഫ് അൽ എന്നൊക്കെ ഉണ്ടാവും. വെച്ചാൽ അവസാനം ലാം സുക്കൂനിൽ അവസാനത്തെ അക്ഷരം സുക്കൂനാണെങ്കിൽ ഒന്നും നോക്കണ്ട, അത് വെർബിൽ മാത്രമേ വരുള്ളൂ. ഇങ്ങനെ പോണ സമയത്ത് എഴുത്തനിം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞപ്പോൾ എന്തായി, ഇതിൽ ഏറെക്കുറെ ഇത്തഹിദ് കേട്ടോ വാക്ക് വെട്ടി. അപ്പോൾ ഇതിലെല്ലാ വാക്കുകളും നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം, എന്നാൽ മീനിങ് നോക്കിക്കണമില്ല. ഓക്കെ, അപ്പോൾ ഈ ആശയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം, മീനിങ് അറിയാതെ തന്നെ നമുക്കിതിൽ വാക്കുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ പറ്റും. ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുമ്പോൾ ജമിയ എന്ന് പറഞ്ഞ വാക്ക് ഒന്നിലും വരുന്നില്ല, ഇങ്ങനെ കെടുക്കുകയാണ് അല്ലേ. കാല ശരിക്കും വെർബാണ്. ഈ ഫഅല മോഡൽ വരുന്ന, ഇപ്പം ഇനി ഫഅല മോഡലിൽ മനസ്സിലാവാത്തതിനെ അവിടെ ഇട്ടുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ മനസ്സിലാവാത്ത 1-2 വാക്കുണ്ടാവും, അത് തൽക്കാലം അവിടെ നിന്നോട്ടെ.
ഓക്കെ. ഇനി അത് മീനിങ് ഇപ്പോൾ കാല പറഞ്ഞു, അതറിയണവർക്ക് വെർബിലെടുത്ത് എഴുതാം, ഫിഴലിൽ എഴുതാം. ഓക്കെ. പിന്നെ അപ്പോൾ അത് അറിയാത്തവർക്കൊന്നും അപ്പോൾ അങ്ങനത്തെ അറിയാത്തവരെ കിടന്നിട്ട് ബാക്കിയുള്ള ഭൂരിപക്ഷം വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം കേട്ടോ. വളരെ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.